ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അണ്ണൻ ജോലിക്ക് തിരിച്ചു പോണതാണ്. അപ്പോൾ ആ ഒരു ദിവസം വരുമ്പോൾ അമ്മയ്ക്കും മക്കൾക്കും മനസ്സിൽ ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ പുറത്തൊന്നും കാണിക്കണില്ല. മനസ്സിലൊന്നും സ്കൂളുള്ള ദിവസം ആയതുകൊണ്ടിട്ട് ഇളയ മോൾക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് എപ്പോഴത്തെയും പോലെ നല്ല രാവിലെ എഴുന്നേറ്റ് പിന്നെ ചോറും കറികളെല്ലാം വച്ച് കെട്ടി കാപ്പി ഉണ്ടാക്കി. എപ്പോഴും ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് വീട്ടിലെത്തിക്കല്ലേ. ഇതങ്ങനെയല്ല. മനസ്സിൽ ഒരുപാട് വിഷമം നിറഞ്ഞാണ് ഞാൻ അടുക്കളയിൽ നിൽക്കുന്നത്. കാരണം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ അടുത്തുള്ളപ്പോൾ അതിൻ്റേതായിട്ടുള്ള സങ്കടം സന്തോഷം എല്ലാം നമുക്കുണ്ട്. കാരണം ഒരു വർഷത്തിൽ 10 ദിവസമോ 15 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ നമ്മുടെ അടുത്ത് നിൽക്കാൻ വരുമ്പോൾ മറ്റുള്ളവരെ പോലെ മാറിയിരിക്കുകയും മടി പിടിച്ചിരിക്കുകയും അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളല്ല. വീട്ടിൽ എനിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തരും കൂട്ടുകാരെ. കാരണം നമുക്ക് എന്തിനേറെ പറയണമെന്ന്, ഒരു ലീവിന് വന്ന് നിൽക്കുന്ന ഒരു വ്യക്തി അവിടെ ജോലി ചെയ്യണ ആ ഒരു ഇതിൽ ഇവിടെ നമുക്ക് അതുപോലെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ എപ്പോഴും വീട് വൃത്തിയാക്കിയിടുകയും നമ്മളെ മറ്റുള്ള കാര്യത്തിൽ തലയിടുകയും നമ്മുടെ എല്ലാ കാര്യത്തിലും നല്ല കെയർ കൊടുക്കുകയും അമ്മയും മക്കളെയും നല്ല അതുപോലെ കൊണ്ട് നടക്കുകയും ചെയ്യണം. നമുക്കിപ്പം ചിലർ ദൂരെ സ്ഥലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അവരെ ഭാര്യയും മക്കളെയും കൊണ്ട് ദൂരെ യാത്ര പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊതിക്കണ ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്കും കൊതിയായിട്ടുണ്ട്. പണ്ടൊക്കെ അണ്ണൻ ലീവിന് വരുമ്പോൾ അണ്ണൻ്റെ കൂടെ അങ്ങ് പോകണം ഇങ്ങ് പോകണം, ഒരുപാട് ദൂരെ യാത്ര പോകണം, ഒരു സിനിമ കാണാൻ പോകണമെന്നും മറ്റുള്ള സ്ഥലങ്ങൾ കാണാൻ പോകണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങളായില്ലേ, ആഗ്രഹങ്ങളെല്ലാം മാഞ്ഞു മാഞ്ഞു പോയി. ഇപ്പം പക്ഷേ അങ്ങനെയല്ല. വന്ന് കുറച്ച് സമയം നമ്മളൊപ്പം ഇരുന്നാൽ മതി എന്നൊരാഗ്രഹമാണ് എനിക്കിപ്പോഴുള്ളത്. കാരണം അന്യനാട്ടിൽ ഒത്തിരി സമയം കിടന്ന് തണുപ്പിൽ കഷ്ടപ്പെട്ടിട്ട് വരുമ്പോൾ ഈ അലച്ചിലും ദൂരയാത്ര എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും മനസ്സ് മടുത്തു പോവും. മക്കളെ ഒന്ന് സ്നേഹിക്കാനോ നമുക്ക് പരസ്പരം ഒന്ന് സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പം അണ്ണനും അത് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അണ്ണൻ എപ്പോഴും പറയും, ഞാൻ വരണത് എന്തിനെന്നറിയാം, എൻ്റെ മക്കളുടെ അടുത്ത് ഇരിക്കാനും നിൻ്റെ അടുത്ത് കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും സമയം നമ്മൾ ദൂരെ സ്ഥലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ശരീരം ക്ഷീണിക്കും, നമുക്ക് മനസ്സ് മടുക്കും, നമുക്ക് ഒന്നും ഇരിക്കാനോ സംസാരിക്കാനോ മക്കളായിട്ട് ഒന്നിനും പറ്റില്ല. കിടന്ന് ഉറക്കം ക്ഷീണം അത് വേണ്ടാന്ന് കരുതിയിട്ട് നമ്മളെ ഒപ്പം എല്ലാത്തിനും നിൽക്കും. പോകില്ല എന്നല്ല, അമ്മയെ കാണാൻ പോകുമായിരുന്നു. പക്ഷേ ഇപ്പം ദാ തിരിച്ചു പോകണ ആ സമയം വരുമ്പോൾ മനസ്സ് ഭയങ്കര വിഷമമാണ്. അങ്ങനെ രാവിലെ ഞാനും മക്കളുമായിട്ട് യാത്ര പറഞ്ഞ് ഞാൻ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ എന്തോ മനസ്സ് പിടിവിട്ട് പോകും പോലെ തോന്നും. കാരണം സ്നേഹം ഉള്ളിലുള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കാണാതാവുമ്പോഴേ നമുക്ക് ആ വിഷമം മനസ്സിലാവും. പക്ഷേ എനിക്ക് കാണാതായാലും കണ്ടാലും എനിക്ക് ഇഷ്ടമാണ് എൻ്റെ അണ്ണനെ. അത്രയ്ക്ക് അകന്ന് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യനെ നമ്മൾ കൊണ്ടുപോകണം, ആ ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ. അപ്പം പോണ വഴിക്കൊരു കാവുണ്ട്. ആ കാവാണ് കാണിച്ചത്, ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തൊരു കാവ്. അതും കഴിഞ്ഞ് രണ്ടുപേരും കൂടെ പിന്നെ ഓട്ടോയിൽ നിന്ന് ഇച്ചിരി നേരം ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊരു ഫോട്ടോ എടുക്കുമ്പോൾ അണ്ണനൊന്ന് ഇരുന്ന് തന്ന്. എനിക്ക് എന്തോ പോലെ നമ്മൾ മനസ്സിൽ വിചാരിക്കത്തില്ലേ, ആ ഒരു കെയർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ആരിൽ നിന്നും അത് കിട്ടത്തില്ല. ഒരു അമ്മ, അച്ഛൻ, സഹോദരൻ അങ്ങനെ നമുക്ക് കിട്ടാത്ത ഒരു എന്തോ ഒരു നമ്മുടെ ഭർത്താക്കന്മാരിൽ നിന്ന് കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണ് മനസ്സിൽ. അപ്പോൾ ആ ഒരു കെയർ എനിക്ക് എപ്പോഴും കിട്ടണേൽ അന്യനാട്ടാണെങ്കിൽ വിളിച്ച് എല്ലാ കാര്യവും അന്വേഷിക്കും. പക്ഷേ അടുത്തുള്ളവൻ അതിനുപരി വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എനിക്ക് ചെറിയ കാലിനൊരു ബുദ്ധിമുട്ടുള്ള ഒരാളായതുകൊണ്ടിട്ട് എനിക്ക് ഒരുപാട് സഹായം എൻ്റെ അണ്ണൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പം ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു ഗൈസ്. നമ്മൾ നേരെ അവിടെ വന്നിട്ട് അവിടെ വന്ന് നിന്ന് പിന്നെ അണ്ണനെ ട്രെയിനിലോട്ട് കയറ്റി വിട്ടിട്ട് ഞാൻ ലാസ്റ്റ് അണ്ണൻ്റെ അടുത്ത് അണ്ണൻ എന്നോട് പറയും നീ പൊയ്ക്കോ എന്ന് പറയും. അപ്പം ഞാൻ നേരെ ഫ്രണ്ടിലോട്ട് പോവുകയാണേ. അണ്ണനോട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് വണ്ടി ഇപ്പോൾ എടുക്കുമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ട് വണ്ടി ഇപ്പോൾ എടുക്കും, നീ പൊയ്ക്കോ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എനിക്ക് എൻ്റെ മൈൻഡൊക്കെ ഒരുമാതിരി ആവണം, സങ്കടം വരും ഞാൻ. അപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് പോയി. കിടക്കുന്നത് ഞാൻ ഫ്രണ്ടിലോട്ട് പോയി. എന്നോട് പറഞ്ഞു നീ പൊയ്ക്കോ അവിടെ നിൽക്കണ്ട, ഞാൻ കരയുമെന്ന് എനിക്ക് അണ്ണൻ അറിയാമായിരുന്നു. പക്ഷേ ഞാൻ ഫ്രണ്ടിലോട്ട് പോയി അവിടെ നിന്നപ്പോൾ വണ്ടി എടുത്ത്. അപ്പം വണ്ടിയിൽ നിന്ന് പുള്ളി എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, എന്നെ മൊബൈലിൽ പിടിക്കുമായിരുന്നു. എനിക്കത് ഇട്ട് തരുകയും ചെയ്തു. പക്ഷേ ഇപ്പം വണ്ടിയിലിരുന്ന് ഞാൻ എൻ്റെ അണ്ണൻ പോകുന്നത് വരെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു ഗൈസ്. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. എല്ലാവർക്കും ഇതാണ് ജീവിതത്തിൽ പറ്റുന്നത്. അപ്പോൾ ലാസ്റ്റ് വണ്ടി പോകുന്നതുവരെ ഞാൻ അവിടെ നിന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരും. ബായ്.